അരുൺ മാതേഷിൻ്റെ ഫിലിമോഗ്രഫിയെക്കുറിച്ച് പറഞ്ഞാൽ വയലൻസ് 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 എഗെയിൻ വയലൻസ്. ഇതുവരെയുള്ള ആളുടെ സിനിമകളിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉള്ള ഒരു സിനിമയാണ് DC അഥവാ ദേവദാസ് ചന്ദ്ര. ദേവദാസിനെ അടിസ്ഥാനമാക്കി പല ഇന്ത്യൻ സിനിമകളും വന്നിട്ടുണ്ടെങ്കിലും ഇത് അതിൽ നിന്നെല്ലാം ഡിഫറൻ്റ് ആയിട്ട് ഒരു വയലൻറ്റ് വേർഷൻ ഓഫ് ലവ് സ്റ്റോറി ആയിട്ടാണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. സത്യത്തിൽ ലോകേഷ് കനകരാജൻ നായകൻ എന്ന് പറഞ്ഞപ്പോൾ ഇയാൾക്ക് പറഞ്ഞിട്ടുള്ള പണി ചെയ്താൽ പോരെ എന്ന് പറഞ്ഞ പല ആളുകളിൽ ഒരാളാണ് ഞാനും. ബട്ട് സിനിമ കണ്ട ശേഷം ലോകേഷ് കനകരാജൻ എന്ന ആക്ടർ സർപ്രൈസിംഗ്ലി കൺവിൻസിംഗ് ആയിരുന്നു. ബട്ട് സിനിമയുടെ സ്ട്രോങ് പോയിന്റ് ഇപ്പോഴും അരുൺ മാതേഷിൻ്റെ ഫിലിം മേക്കിംഗ് തന്നെയാണ്. ആൻഡ് വാമിക ഗപ്പി, വാമികയുടെ പെർഫോമൻസ് എടുത്തു പറയുന്നത് സിനിമയുടെ ഇമോഷണൽ സൈഡ് സ്ട്രോങ് ആക്കാൻ തന്നെ വാമികയുടെ ക്യാരക്ടറാണ്. അത് നല്ല കിടിലമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. സിനിമയുടെ വേൾഡ് ബിൽഡ് ചെയ്തിരിക്കുന്ന തന്നെ സിനിമാറ്റോഗ്രാഫിയിലാണെന്ന് വേണേൽ പറയാം. ഒരു ഡാർക്ക് ഗ്രിറ്റി വിഷ്വൽ സ്റ്റൈല്, അതേപോലെ ആക്ഷൻ സീൻസിൻ്റെയൊക്കെ ഫ്രെയിമുകൾ ഭയങ്കര സ്റ്റൈലിഷ് ആയിരുന്നു. പിന്നെ സിനിമയുടെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് എലമെൻറ്റ് മ്യൂസിക് ബൈ അനിരുദ്ധ്. അങ്ങേനെ കുറിച്ച് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആവശ്യമില്ല. ആളിൻ്റെ സിനിമയാണെങ്കിൽ ആൾ കത്തിച്ചിരിക്കും. പടത്തിൻ്റെ മൂഡ് അങ്ങനെ നിലനിന്ന് പോകുന്നതിന് മ്യൂസിക്കിനുണ്ടായിരുന്ന ഒരു ഇമ്പോർട്ടൻസ് ഭയങ്കര വലുതായിരുന്നു. അതേപോലെ തന്നെ ചില നോർമൽ സീനുകളാണെന്ന് തോന്നുന്ന സീനുകൾ പോലും മ്യൂസിക് കാരണം അങ്ങനെ ചുമ്മാ പീക്ക് ഫീൽ ഉണ്ടാക്കി തന്നിട്ടുണ്ട്.